നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്, നമ്മൾ റിജക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കിട്ടാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ പോളിസി എടുക്കുമ്പോൾ എന്താണോ ആ ഏജൻറ്റിനോട് പറയുന്നത് അതേ ഘടകമായിരിക്കും നാളെ ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ. ഇത് കഴിഞ്ഞ ഒരു കേസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലാസ്റ്റ് 2024 ഓൾറെഡി അവർ ഒരു ഹെൽത്ത് പ്ലാൻ എടുത്തു. 2025 അവർ അമൃത ഹോസ്പിറ്റലായിരുന്നു. ഓക്കെ, 2025 അവർ സെയിം അസുഖത്തിന് എന്ത് ചെയ്ത് കാർഡിയാക് ഇഷ്യൂ വന്നിട്ട് ക്ലെയിം റിജക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ആ പോളിസി എടുക്കുന്ന സമയത്ത് ഓൾറെഡി കാർഡിയാക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ കേസുകൾ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്തിട്ടാണ് അവർ ആ പോളിസി എടുത്ത്. അത് കാരണം അവർക്ക് ഡിക്ലൈൻഡ് ആയിപ്പോയി. സോ മോസ്റ്റ്ലി വരുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന ചില കേസുകളും ഇതാണ്. അവർ നിസാരമായിട്ട് കാണും, ഞങ്ങൾ ചെറിയ മെഡിസിൻ കഴിക്കുന്നുണ്ട്, അല്ല പ്രഷർ ഉണ്ട്, അല്ല ഡയബറ്റിക് ഉള്ള കേസുകളുണ്ട്. സോ ആ കേസ് എന്താണോ, അപ്പം നിലവിൽ സർജറി കഴിഞ്ഞതാണെങ്കിലും മെഡിസിൻ കഴിക്കുന്നതാണെങ്കിലും അത് വ്യക്തമായിട്ട് ഏത് ഏജൻറ്റ് എങ്ങനെയാണോ എടുക്കുന്നത് സമയത്ത് വ്യക്തമായി പറയണം. അത് ഡോക്ടറോട് പറയും, പക്ഷേ പോളിസി എടുക്കുന്ന സമയത്ത് ആ ഏജൻറ്റോട് വേറെ രീതിയിലും പറയുമ്പോഴാണ് ഇത് മിസ്മാച്ച് വന്നിട്ട് ഈ മിക്ക കേസും ഡിക്ലൈൻ ആയി പോകാൻ കാരണം. വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ്റെ ഗ്രീവൻസ് പോയി അവർ കൊടുത്ത എമൗണ്ട് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്.